നമ്മൾ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവില് ക്യാപ്റ്റൻ ഷാനവാസ് നല്ലൊരു ഐഡിയ മുമ്പോട്ട് വെച്ചതാണ്. അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നാം സ്ഥാനം എന്തായാലും കൊടുക്കണം. എല്ലാവർക്കും ഒന്നാം സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് എന്തായാലും കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റാങ്കിങ് അല്ല പ്രേക്ഷകരുടെ റാങ്കിങ്. അവിടെ ഒന്നാം സ്ഥാനം വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് റിയലായിട്ട് ഒന്നാം സ്ഥാനം കിട്ടാനൊന്നും പോകുന്നില്ല. ഇതൊരു ടാസ്ക് ആണ്. അപ്പോൾ ഒന്നാം സ്ഥാനം അവിടെ വേറെ ആർക്കും അനീഷിനെ പോലെ വാശിയില്ല ഒന്നാമതിരിക്കണമെന്ന്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആര്യനെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അപ്പാനി ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ടാസ്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനീഷ് ഒന്നാം സ്ഥാനത്ത് ഇരുന്നോട്ടെ എന്ന് ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് ബാക്കിയുള്ള റാങ്കുകൾ സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഇന്ന് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എല്ലാവർക്കും ഇന്ന് പണിപ്പുരയ്ക്കകത്ത് കയറാൻ പറ്റുമായിരുന്നു. ഷാനവാസ് ആദ്യം ഭൂരിപക്ഷം എടുത്തിട്ട് ഒരു തീരുമാനം എടുത്തപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞത് ഐകകണ്ഠേന തീരുമാനിക്കണം, ഒരാൾ പോലും അതിനെ എതിർക്കാൻ പാടില്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കണം, ഇവർക്ക് ചർച്ച ചെയ്യാം, വഴക്കിടാം. എല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വിളിച്ചു പറയാൻ ഒരു 10 മിനിറ്റേ ഇനി ഉള്ളൂ. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഈ ടാസ്ക് ആണല്ലോ പ്രധാനം, ആ സ്ഥിതിക്ക് അവൻ ഒന്നാം സ്ഥാനത്ത് എടുത്തോട്ടെ, അവൻ 20 സെക്കൻഡ് അല്ലേ കിട്ടുള്ളൂ, രണ്ടാം സ്ഥാനത്ത് ആര് വന്നാലും ആ വ്യക്തിക്ക് 15 സെക്കൻഡ് കിട്ടും, ബാക്കിയുള്ളവർക്കെല്ലാം 10 സെക്കൻഡ് കിട്ടും. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് ആദ്യം ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ എല്ലാവരും ആദ്യം ഇതൊന്ന് അംഗീകരിച്ചെങ്കിലും പിന്നെയും അപ്പാനിയുടെയും നമ്മുടെ അക്ബറിന്റെ ഒന്നും ഈഗോ അതിനെ അനുവദിക്കുന്നില്ല. അത് കാരണം അവരെന്ത് ചെയ്യുന്നു, അത് പറ്റില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ സ്ത്രീ മത്സരാർത്ഥികളിൽ കുറെ പേര് അതിനെ പിന്താങ്ങുന്നു. അങ്ങനെ വീണ്ടും അത് ക്യാൻസൽ ചെയ്യുന്നു. പിന്നീട് ഷാനവാസ് തന്നെ ഓക്കെ എന്നാ പിന്നെ നമുക്കൊന്നും വേണ്ട, വസ്ത്രമൊന്നും വേണ്ട, ടാസ്ക് ക്യാൻസലായി പോകട്ടെ എന്ന് പറയുന്ന ഒരു മണ്ടത്തരവും പറയുന്നുണ്ട്. ഷാനവാസ് ആദ്യം പറഞ്ഞത് ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും എതിർത്തപ്പോൾ ഷാനവാസും ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരാൾക്കല്ലേ ഒന്നാമതിരിക്കാൻ പറ്റൂ, എല്ലാവർക്കും കൂടെ പോയി ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും ചേർന്ന് ആര്യനെ ഒന്നാമത് ഇരുത്താൻ ശ്രമിച്ചതുമാണ്. അങ്ങനെ ശ്രമിച്ചവർക്ക് ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടി അനീഷിനെ ഇരുത്തിക്കൂടെ? ആര്യൻ ഇരുന്നാൽ എന്ത്, അനീഷ് ഇരുന്നാൽ എന്ത്? ആരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കുന്നുമില്ല. വെറുതെ ഒരു ടാസ്ക് കൊണ്ട് കളയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ലോക മണ്ടന്മാര്. ഈഗോയാണ് അവരെവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.